ദേ ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു സംഭവം ആദ്യമായിട്ട് കാണാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇതെൻ്റെ മൂന്നാമത്തെ ഓണാണേ. പക്ഷേ ഇത്തവണയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ ഒരു വട്ടം ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എത്തിയപ്പോഴേക്ക് ലൈറ്റ് എല്ലാം ഓഫ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതേ അടിപൊളിയായിട്ട് ആ സംഭവം കാണാൻ പറ്റിയേ. എനിക്ക് തോന്നുന്നു ഓണക്കാലമായി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി ഉറങ്ങാറില്ലെന്ന്. കാരണം അതുപോലെ ജനങ്ങളാണ് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലസിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേ അതിലേറെ തിരക്കാണ്. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളിതാ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഫിറോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ നേരെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ ഇതാ അതിലേറെ ജനങ്ങളാണ്. നമുക്ക് എവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. അല്ലെങ്കിലും ഇത്ര അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ആരാലേ മിസ് ചെയ്യുക. ഒരിക്കലെങ്കിലും ലൈഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ഇത്തവണ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ. എനിക്ക് തോന്നുന്നു ഓണക്കാലമായി കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള നഗരം എന്ന് പറയുന്നത് അത് നമ്മുടെ തിരുവനന്തപുരമാണെന്ന്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോഴും അങ്ങോട്ടുള്ള ആളുകളുടെ തിരക്ക് ഇതാ കൂടിക്കൂടി വരികയാണേ. അത്രയും ദൂരം നടന്ന് ക്ഷണിച്ചതിൻ്റെ പേരിൽ ഞങ്ങളിതേ ഓരോ സോഡാ സർബത്തൊക്കെ കുടിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും 2 ഫ്ലേവറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. സോഡകളൊക്കെ അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ ഈ ഒരു ഫ്ലേവർ വന്നപ്പം സംഭവം അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ച് പോവാണ്. ഇത്തവണ ബൈക്കിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കാർ പാർക്കിംഗ് ഒക്കെ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പോണ വഴിക്കും കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട്. ട്രിവാൻഡ്രം സിറ്റി മൊത്തം ദേ ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നേരെ പോയിട്ട് ഇതാ ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ച് കഴിച്ചു. അതും അതിലേറെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.